രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എന്തൊക്കെയോ ഒരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പറയാൻ പറ്റിയ സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഫ്രഷ് കൂണാണ്. ഇന്നലത്തെ ഇടിയിൽ പൊട്ടിയ അമ്മച്ചി എങ്ങോട്ടാണ് അവ? പുതിയ ഫ്രഷ് ആയിട്ടുള്ള കൂണാണ്. ഇതേ ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ റബ്ബറിൻ്റെ മൂട്ടിലൊക്കെ അതേ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ ഞങ്ങളുടെ പാടത്തും പറമ്പിലൊക്കെ കിട്ടുന്നത്. അന്ന് ചിലരും വിശ്വസിച്ച് കാണില്ല. പക്ഷേ ഇതേ നിൽക്കണു. കണ്ട 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 മക്കളെ, കണ്ണ് നിറയെ കാണ്. കഴിക്കാൻ പറ്റാത്തവരൊക്കെ വെള്ളം ഇറക്കിക്കും, അല്ലാണ്ട് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വിഷവും ചേർക്കാതെ പ്രകൃതിദത്തമായ മഷ്റൂം കണ്ട് കൊതിച്ചോ. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക ഞാൻ. ഇതിനൊക്കെ ഭാഗ്യം വേണം, ഭാഗ്യം. തലവര നന്നാവണം. അല്ലാണ്ട് കുറേ പണം ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊക്കെ തിന്നാനുള്ള യോഗം വേണം. ഈ വിഷമില്ലാത്ത സാധനമൊക്കെ തിന്നാൻ. കണ്ടോ, ഇവർക്കും അറിയാം കൊറോണയാണെന്ന്. സാമൂഹിക അകലം പാലിച്ച് ദൂരെയാണ് ഉണ്ടായി നിൽക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഇതാ നോക്കിയോ, ഇനി അപ്പുറത്ത് ഇത് അമ്മച്ചി ഇവിടെ ഒരേ പറിക്കലാണ്. അപ്പുറത്ത് കാലൊക്കെ കവച്ച് വെച്ചാൽ പറിക്കണത്. ആംഷേ നോക്കിയും കണ്ടൊക്കെ നിന്നോളോ. ഇവിടെ ഒളിച്ചു നിൽക്കുക, വിടില്ല കേട്ടോ, വിടില്ല ഞങ്ങള്. മച്ചന്മാരെ എല്ലാവരും കണ്ടോ, ഇതാണ് നമ്മുടെ അടിപൊളി കൂൺ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള കൂണൊക്കെ ഒന്ന് കഴിക്കണം. എന്താ പറയുക, വി ആർ ബ്ലെസ്ഡ്. ഇതിനേക്കാൾ കൂടുതലൊന്നും പറയാനില്ല. ഈ അഴുക്കൊന്നും നോക്കണ്ട, സംഭവം ഫ്രഷാണ്. പിന്നെ നമ്മൾ പറിച്ചത് കറക്റ്റ് ടൈമിനായിരുന്നു, അതുകൊണ്ട് പുഴു കയറിയിട്ടില്ല. പുഴു കയറാനുള്ള സമയം നമ്മൾ കൊടുത്തില്ല. പുഴു ഈ മഴ ആയതുകൊണ്ടേ തണുത്ത് പറിച്ച് കിടക്കുകയെന്ന് തോന്നുന്നു മണ്ണിൽ, അങ്ങോട്ട് കയറിയില്ല. ഇനി നമ്മൾ ഇതിനെ ഫ്രഷാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ശരിയാക്കി ചുടുവെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇത് നമ്മുടെ കുക്കിംഗ് ചാനലല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ കുക്കിംഗ് ഒന്നും കാണിക്കണില്ല. കുക്കിങ്ങൊക്കെ എനിക്ക് നന്നായി ചെയ്യാൻ അറിയാട്ടോ. മറ്റുള്ളവരുടെ റേറ്റിംഗ് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ടേ മനഃപൂർവ്വം ഇടാത്തതാണ്. പിന്നെ എല്ലാവരും കൂടെ കുക്കിങ്ങൊക്കെ കാണാൻ ഇതിലേക്ക് കയറും. പിന്നെ മറ്റുള്ളവർക്ക് വ്യൂസ് കുറയും. എന്തിനപ്പോ മറ്റുള്ളവരെ കഞ്ഞൂടി നമ്മളായിട്ട് മുട്ടിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റാത്ത എല്ലാ ഹതഭാഗ്യർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വേദനാപൂർവം, ഹൃദയവേദനയോടുകൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഓർത്തോർത്ത് ഞാൻ കഴിച്ചോളാം. ഓക്കെ, ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇന്നത്തെ വീഡിയോ?